ക്രൂശിതനോടൊപ്പം. ഈശോയിലെ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, നോമ്പുകാല വിചിന്തനത്തിലെ ഈ ഒരാഴ്ച നാം വിചിന്തനത്തിന് വിഷയമാക്കുന്നത് നമ്മുടെ കർത്താവ് കുരിശിൽ നിന്ന് മരണത്തിന് മുൻപ് പറഞ്ഞ 7 തിരുവചനങ്ങളാണ്. മഹാനായ ഫുൾട്ടൻ ജീഷൻ പറയുന്നത് കർത്താവ് കുരിശിൽ നിന്ന് പറഞ്ഞ 7 തിരുവചനങ്ങൾ കർത്താവിൻ്റെ മരണമൊഴിയാണ്. ഒരുപക്ഷെ അത് സുവിശേഷത്തിൻ്റെ മുഴുവൻ സാരസംഗ്രഹമാണ്. അതിലെ ആദ്യത്തെ വചനം ശ്രദ്ധേയമാണ്. തന്നെ കൊല്ലാൻ കൊലവിളിയുമായിട്ട് കുരിശിൻ്റെ താഴെ നിന്ന പട്ടാളക്കാരോടും ശത്രുക്കളായ യഹൂദന്മാരോടും ഫരിസയരോടൊക്കെ കർത്താവ് പിതാവിനെ നോക്കി പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ. ശത്രുസ്നേഹത്തിൻ്റെ പരമോന്നത കോടി. ഒരുപക്ഷെ ഒരു ക്രിസ്തു ശിഷ്യൻ യഥാർത്ഥത്തിൽ ക്രിസ്തു ഭക്തനാകുന്നത് ശത്രുക്കളെ ഉൾക്കൊള്ളുമ്പോഴാണ്, ശത്രുക്കൾക്ക് കരം കൊടുക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധനായ പരിശുദ്ധ പിതാവ്. അദ്ദേഹത്തിന് 1981 മെയ് മാസം 13 ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാൾ തുർക്കിയിൽ നിന്ന ഭീകരൻ മുഹമ്മദ് അലി അഖ വെടിവെച്ച് തട്ടിത്താഴെയിട്ടു. അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് തൻ്റെ ശുശ്രൂഷകളിൽ പ്രവേശിച്ചിട്ട് 1983 എല്ലാ വിലക്കുകളും ലംഘിച്ചിട്ട് മുഹമ്മദ് അലി അഖയുടെ കാരാഗൃഹത്തിൽ ചെന്ന് അവൻ്റെ കരങ്ങളെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിന്നോട് എനിക്ക് വിരോധമില്ല, നീ എനിക്ക് മാപ്പ് തരണം, ഞാൻ നിന്നെ സ്വന്തം സഹോദരനായിട്ട് സ്വീകരിച്ചു. അവനെ ഇറ്റാലിയൻ നിയമമനുസരിച്ച് ജീവപര്യന്തം ശിക്ഷിച്ചു. പിന്നീട് മാർപ്പാപ്പയൊക്കെ ഇടപെട്ടിട്ട് അവൻ തുർക്കിയിൽ നിന്ന് കാരാഗ്രഹ വിമോചിതനായി അവൻ 2014 റോമിൽ വന്നിട്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കബറിടത്തിലെ കണ്ണുനീരിൽ കുതിർന്ന ഒരു പുഷ്പക്കെട്ട് ആ കല്ലറയിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുവാണ്, നീ എനിക്കൊരിക്കലും ശത്രുവായിരുന്നില്ല. സ്നേഹമുള്ളവരെ, മാർപ്പാപ്പ ഈ ലോകത്തിൽ അറിയപ്പെടുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, സഭയുടെ തെറ്റുകൾ അദ്ദേഹം പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞു. 2, തൻ്റെ ഘാതകനോട് അദ്ദേഹം ക്ഷമിച്ചു. ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിലെ ക്രിസ്തു സമാനനാകുന്നത്, ക്രിസ്തുവിൻ്റെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ തുടർച്ചയാകുന്നത് പാപങ്ങൾ ഏറ്റുപറയാൻ പഠിക്കുമ്പോൾ. 2, തനിക്കെതിരെ ദ്രോഹിച്ചവരോട്, ശത്രുക്കളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ. നമുക്ക് ഈ നോമ്പുകാലത്തിൻ്റെ അവസാനത്തെ യാമങ്ങളിലെ നമ്മുടെ ശത്രുക്കളെ കൂടെ സ്നേഹിക്കാൻ പ്രാർത്ഥിക്കാം. ശത്രുസ്നേഹം പാപമോചനത്തിന് കാരണമാകും. ശത്രുസ്നേഹം നമ്മുടെ മുറിവുകൾ ഉണക്കാൻ ആന്തരിക സൗഖ്യത്തിന് കാരണമാകും. ശത്രുസ്നേഹം നമ്മുടെ ബലികൾ സ്വീകരിക്കാൻ ദൈവസന്നിധിയിലെ കാരണമാകും. ശത്രുക്കളെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹത്തിൻ്റെ ശൃംഖല ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ മുറിപ്പെടുത്തിയവരെ, ഞങ്ങളെ അപമാനിച്ചവരെ, ഞങ്ങളെ പരിഹസിച്ചവരെ, ഞങ്ങളെ തല്ലി തകർത്തവരെ ശത്രുക്കളായി കാണാതെ അവരെ സഹോദരങ്ങളായി കാണാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വലുപ്പം നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സർവ്വശത്രുതയും വൈരാഗ്യവും എടുത്തു മാറ്റാൻ നിൻ്റെ തിരിച്ചോര കൊണ്ട് ഞങ്ങൾ കഴുകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമീൻ. ക്രൂശിതനോടൊപ്പം.